തൃശൂരിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച ആക്ട്സ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ അറസ്റ്റിൽ. ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം കുര്യനുതുപ്പ് റോഡിൽ എത്തിച്ചേർന്ന ജാഥകൾ കോട്ടയം നഗരം വഴി പ്രദക്ഷിണം നടത്തി. സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് VHS സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ 2 ദിവസത്തെ ബോധന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മികച്ച സംഘാടകനുള്ള കാൻഫ്രഡ് പുരസ്കാരം 2024 നേടിയ PG ഷാജിമോന്റെ ജൈവ കൃഷിയിടം സന്ദർശിച്ചു. ക്യാമ്പ് തികച്ചും വേറിട്ട അനുഭവമായി മാറിയെന്ന് കുട്ടികൾ. കോട്ടയം പാലാ മരിയ സദനത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അനാഥരെയും ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലപ്പുറം നിളയോര പാതയിൽ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്രപ്രദർശനം. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി. മലപ്പുറം ചങ്ങരംകുളത്ത് റോഡിലെ കുഴി കോൺക്രീറ്റ് ചെയ്ത വ്യാപാരികൾ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ നരണിപ്പുഴ റോഡിലേക്ക് പ്രവേശിക്കുന്ന കുഴികൾ അടച്ചത്. കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസ് MPമാരായ കുമാരി സെൽജയും രൺദീപ് സിംഗ് സുർജേവാലയും BJPയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് പ്രതികരണവുമായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഇത് സാധ്യതകളുടെ കാലമാണെന്നും ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കുമെന്നും മനോഹർ ലാൽ ഖട്ടർ. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇന്നു മുതൽ കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്നു. പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ചിത്രം ഇതാദ്യമായാണ് ഇന്ത്യയിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. പ്രഭയായി നനച്ചതെല്ലാം എന്നാണ് ചിത്രത്തിന് മലയാളത്തിൽ നൽകിയിരിക്കുന്ന പേര്. തൃശൂരിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച ആക്ട്സ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ അറസ്റ്റിൽ. ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം കുര്യനുതുപ്പ് റോഡിൽ എത്തിച്ചേർന്ന ജാഥകൾ കോട്ടയം നഗരം വഴി പ്രദക്ഷിണം നടത്തി. സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് VHS സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ 2 ദിവസത്തെ ബോധന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മികച്ച സംഘാടകനുള്ള കാൻഫ്രഡ് പുരസ്കാരം 2024 നേടിയ PG ഷാജിമോന്റെ ജൈവ കൃഷിയിടം സന്ദർശിച്ചു. ക്യാമ്പ് തികച്ചും വേറിട്ട അനുഭവമായി മാറിയെന്ന് കുട്ടികൾ. കോട്ടയം പാലാ മരിയ സദനത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അനാഥരെയും ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലപ്പുറം നിളയോര പാതയിൽ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്രപ്രദർശനം. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി. മലപ്പുറം ചങ്ങരംകുളത്ത് റോഡിലെ കുഴി കോൺക്രീറ്റ് ചെയ്ത വ്യാപാരികൾ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുടെ നേതൃത്വത്തിൽ നരണിപ്പുഴ റോഡിലേക്ക് പ്രവേശിക്കുന്ന കുഴികൾ അടച്ചത്. കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസ് MPമാരായ കുമാരി സെൽജയും രൺദീപ് സിംഗ് സുർജേവാലയും BJPയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് പ്രതികരണവുമായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഇത് സാധ്യതകളുടെ കാലമാണെന്നും ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കുമെന്നും മനോഹർ ലാൽ ഖട്ടർ.